നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചും UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണത്തിൽ വിമർശനം തുടരുന്നു. എതിരാളികൾക്ക് അടിക്കാൻ ഒരു വടി കൊടുത്തതുപോലെയായി പ്രസ്താവനയെന്ന് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞതല്ല പാർട്ടി നിലപാടെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും വ്യക്തമാക്കി. അത് പോളിങ്ങിനെ ബാധിച്ചിട്ടില്ല, പക്ഷേ പ്രസ്താവന വളരെ നിരുത്തരവാദപരമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടി നിലപാട് വിധി വന്ന ഉടൻ തന്നെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ്, നയം വ്യക്തമാക്കി. ആ നയത്തിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിന് 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായി സമൂഹത്തിൽ. അത് രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനൊരു ആയുധം കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമായി പോയി. KPCCക്ക് KPCC പ്രസിഡന്റ് ആദ്യം പറഞ്ഞ അതേ അഭിപ്രായമാണ്. അത് തെളിവുകൾ ശേഖരിക്കുന്നിടത്ത് പോലീസിൻ്റെ അടുത്ത് വന്ന വീഴ്ച, പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ച, അതിൻ്റെ ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റാണ്. ഇതിനെ ഗൗരവത്തോടു കൂടി കാണാതെ പോയതാണ്. ഇക്കാര്യത്തിൽ KPCC വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് അപ്പീൽ പോകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു വിവാദം അതില്ല. അതേസമയം വേട്ടക്കാരനൊപ്പമാണോ ഇരയ്ക്കൊപ്പമാണോ UDF എന്നത് വ്യക്തമാക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഇപ്പം നടിയെ ആക്രമിച്ച കേസിലും കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനം സ്ത്രീവിരുദ്ധ സമീപനമാണല്ലോ എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ UDF കൺവീനർ നടത്തിയ പ്രസ്താവന അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഒഴിവാക്കുന്നത്. എന്തിനാണ് അപ്പീൽ പോകുന്നതെന്ന് ചോദ്യവുമായി UDF രംഗത്ത് വരുന്നത് വിചിത്രമാണ്. ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന നിയമ പോരാട്ടത്തെ പ്രതിപക്ഷം എന്തിനാണ് ഭയക്കുന്നത്? വേട്ടക്കാരന് ഒപ്പമാണോ അതോ ഇരയ്ക്കൊപ്പമാണോ തങ്ങളെന്ന് UDF വ്യക്തമാക്കണം. പരാമർശം വിവാദമായതിനു പിന്നാലെ അടൂർ പ്രകാശ് ഇന്നലെ നേരത്തെ പറഞ്ഞത് തിരുത്തി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, അടൂർ പ്രകാശ് ആദ്യം ഒരു കാര്യം പറയുക, പിന്നീട് അത് വിവാദമായപ്പോൾ അത് തിരുത്തി രംഗത്ത് വരിക. ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ അടൂർ പ്രകാശിൻ്റെ നിലപാടിനെ തള്ളി രംഗത്ത് വരുന്ന കാഴ്ചയാണുള്ളത്. കോൺഗ്രസിന് ഒരു തലവേദനയായിട്ടുണ്ടോ ഈ അടൂർ പ്രകാശിൻ്റെ പരാമർശങ്ങൾ? ദിലീപ് കുമാർ, നാളെ 7 ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണോ അതോ വേട്ടക്കാരനൊപ്പമാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ട ഗതികേടിലായിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം വികസനവും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളും നടക്കേണ്ട ഒരു സമയത്ത് ഇത് വെട്ടിലാക്കി എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾ കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ ഒരു വിചാരണ കോടതി നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് ശേഷം ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞിട്ടുള്ള പ്രസ്താവന, അതായത് സർക്കാർ അപ്പീലിന് പോകാനുള്ള ഒരു തീരുമാനം അത് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, ഒപ്പം തന്നെ ഇത് ആളുകളെ ദ്രോഹിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു നയമാണല്ലോ എന്നുള്ള രീതിക്കായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞിട്ടുള്ളത്. ഇത് അതേ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ പറഞ്ഞതിന് നേർ വിപരീതമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവരൊക്കെ തന്നെ അതിജീവിതയ്ക്കൊപ്പം തന്നെ വേണം അല്ലെങ്കിൽ അപ്പീലിന് പോകണം എന്നുള്ളൊരു നിലപാടെടുക്കുമ്പോഴാണ് UDF കൺവീനർ തീർത്തും വ്യത്യസ്തമായ ഒരു അഭിപ്രായം അത് പരിഹാസ രൂപേണ കൂടി പറയുകയും ചെയ്തത്. ഇതപ്പോൾ തന്നെ വലിയ വിവാദമായിരിക്കുന്നു. ഇന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഈ കെ മുരളീധരൻ പറഞ്ഞത് നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, ഇത് എതിരാളികൾക്ക് ഒരു വടി കൊടുക്കുന്നതിന് തുല്യമായി എന്നുള്ള കടുപ്പിച്ച് തന്നെ കെ മുരളീധരൻ പറയുന്നു. KPCC പ്രസിഡന്റ് പറഞ്ഞതാണ്, അല്ലാതെ UDF കൺവീനർ അല്ല ഇതിലൊരു തീരുമാനം പറയേണ്ടത് എന്നുള്ളത് AP അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നു. PT തോമസിനൊപ്പമാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടെന്ന് ഇന്നലെ T സിദ്ദിഖ് ഫേസ്ബുക്കിലൂടെ പറയുന്നു. ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ ദിലീപ് കുറ്റമുക്തനായതിനു ശേഷം പിന്നീട് നടക്കുന്ന പൊട്ടിത്തെറികളും വിവാദങ്ങളും അത് കോൺഗ്രസിനകത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ വിഷയത്തിൽ അടൂർ പ്രകാശ് അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതിലെ പ്രസ്താവന തിരുത്തുകയും അതിജീവിതയ്ക്കൊപ്പം ആണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു രാഷ്ട്രീയ ആയുധം കൊടുത്തു എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇതിനെ LDF കൈകാര്യം ചെയ്യുന്നത്. അവർ ആർക്കൊപ്പമാണ് എന്നുള്ളത് ചോദിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ കാര്യത്തിൽ വേട്ടക്കാരനൊപ്പം നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് LDF ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയും പ്രചാരണ ആയുധവുമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക കൂടി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദിലീപ് കുമാർ.
UDF കൺവീനറും ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശിന്റെ പരാമർശം വിവാദമായതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.